നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. കുന്നംകുളത്ത് വഴിയരികിൽ പെട്ടിക്കുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. കയ്പമംഗലം വഴിയമ്പലത്ത് മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം സ്വദേശി കണ്ണോത്ത് പവിത്രനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. ഏപ്രിൽ 12 വരെ കേരളത്തിൽ സാധാരണ നിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇവിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ഏപ്രിൽ 12 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകി. എന്നാൽ അടുത്ത 3 ദിവസം വേനൽ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. മീഡിയ ടീം, തൃശൂർ. കുന്നംകുളത്ത് വഴിയരികിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. വഴിയരികിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സ്ഫോടക വസ്തു ബോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു തെർമോകോൾ പെട്ടിക്കുള്ളിലായിരുന്നു സ്ഫോടക വസ്തു. സ്ഫോടക വസ്തുവാണെന്നറിയാതെ പ്രദേശവാസി ഇത് എടുത്തുകൊണ്ട് വീട്ടിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഇത് സ്ഫോടക വസ്തുവാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയാണ്. 15-ാം തീയതി കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാനിരിക്കെയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം കുന്നംകുളത്ത് 15-ന് നടക്കും. ഇതിനാൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തെ അതീവ ഗൗരവമായാണ് പോലീസ് ഉൾപ്പെടെ നോക്കിക്കാണുന്നത്. പാറമടയിൽ ഉൾപ്പെടെ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടീം, തൃശൂർ. കയ്പമംഗലം വഴിയമ്പലത്ത് മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം സ്വദേശി കണ്ണോത്ത് പവിത്രനാണ് മരിച്ചത്. വഴിയമ്പലം ഐരൂർ റോഡിൽ നിന്ന് വൈകുന്നേരത്തോടെയാണ് ഇയാളെ അവശനിലയിൽ കണ്ടത്. ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. അതേസമയം ഇദ്ദേഹത്തെ ഇന്നലെ രാവിലെ മുതൽ റോഡരികിൽ കിടക്കുന്നത് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മദ്യപിച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് കരുതിയതെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തെ കാണാൻ അർഹതയില്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ കാണാനും വഴി നടക്കാനുമായി ഒരുപാട് സമരങ്ങൾ നടത്തുന്നതെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. പറവൂരിൽ ഖാദികൻ കെടാമംഗലം സദാനന്ദൻ അനുസ്മരണവും കലാകാരന്മാരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ ഡിവിൻ K ദിവാകരൻ അധ്യക്ഷനായി. കലാകാരന്മാരായ വിനോദ് കെടാമംഗലം, പറവൂർ വാസന്തി, കൈതാരം വിനോദ് കുമാർ, അരുൺ കുമാർ, കെടാമംഗലം ഫൗണ്ടേഷൻ സെക്രട്ടറി KK സതീശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, MR ശോഭനൻ, AK സുധി എന്നിവർ സന്നിഹിതരായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF അന്നമനട വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പൗരത്വ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും പട്ടികജാതി വിഭാഗങ്ങളെയും
ആദിവാസി വിഭാഗങ്ങളെയൊക്കെ തന്നെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി RSSന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ നേതൃത്വം നൽകുന്ന NDA സർക്കാർ മുന്നോട്ട് പോവുകയാണ്. TK ഗോപി അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാ ദിവാകരൻ, ശ്യാമള അയ്യപ്പൻ, ബേബി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെണ്ണൂരിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. കുന്നംകുളത്ത് വഴിയരികിൽ പെട്ടിക്കുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. കയ്പമംഗലം വഴിയമ്പലത്ത് മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം സ്വദേശി കണ്ണോത്ത് പവിത്രനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.